ലോകത്ത് മനുഷ്യനെ കൊല്ലാൻ ഒരു അറപ്പുമില്ലാതായിരിക്കുന്നതായി സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. ചങ്ങനംകുളം ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന മതം, മനുഷ്യൻ, മാനവികത എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യനെ കൊല്ലാൻ ഒരു അറപ്പുമില്ലാത്ത ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. യേശുദേവൻ ജനിച്ച ബത്ലഹേം ഉൾക്കൊണ്ട പലസ്തീനിൽ സ്ത്രീകളും കുട്ടികളും ദാരുണമായി കൊല്ലപ്പെടുന്നു. ഇന്നലെ ജനിച്ച കുട്ടിയെ ഇന്ന് കൊല്ലാൻ ഏതു മതമാണ് പഠിപ്പിച്ചതെന്ന മതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യം മനസ്സിലാക്കണം. നെതന്യാഹു ഒരു സാഹിത്യകാരനോ സാംസ്കാരിക നായകനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ മനസ്സ് വരില്ലായിരുന്നുവെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ഓരോ കുഞ്ഞു മരിക്കുമ്പോഴും എനിക്കിപ്പോൾ 2 പേരക്കുട്ടികളുണ്ട്. ആ കുട്ടികളാണ് മരിക്കുന്നത് എന്ന ഒരു സങ്കടം. ഇന്നലെ ജനിച്ച കുട്ടിയെ ഇന്ന് കൊല്ലാൻ ഏത് മതമാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് മതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആ രാഷ്ട്രത്തോട് ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ ലോകത്തുണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന വിപരിണാമം ദീർഘദർശനം ചെയ്തതുപോലെ തൊട്ടടുത്തിരിക്കുന്നവരെ തിന്നുന്ന വംശമായിട്ട് മനുഷ്യൻ മാറും. ഇപ്പോൾ സൈബോർഗുകൾ എന്ന് പറയുന്ന, അത് സുരേന്ദ്രൻ എഴുതുമ്പോൾ അങ്ങനെ സങ്കല്പമില്ലല്ലോ. സൈബോർഗുകൾ എന്ന് പറയുന്നത് പാതി മനുഷ്യനും പാതി യന്ത്രവുമായ ഒരു ജീവവംശമാണ്. മനുഷ്യൻ സൈബോർഗുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പൊ പാതി യന്ത്രമാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കയ്യിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം മൊബൈൽ ഫോണോട് ചേർന്നതാണ്. ഈ മൊബൈൽ ഫോണല്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ചിപ്പുകളും ജീനോം തിയറി രൂപപ്പെട്ട് കുറച്ചുകൂടി വികസിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കുറച്ചുകൂടി ശക്തിപ്പെട്ടാൽ ആലങ്കോട് ലീലാകൃഷ്ണനും സുരേന്ദ്രനും പ്രസംഗിക്കേണ്ടി വരില്ല. ഞങ്ങളുടെ പ്രസംഗമൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്തു തരും. അപ്പൊ അതുകൊണ്ട് പറ്റുന്നിടത്തോളം പ്രസംഗിക്കാന്നാണ് ഇപ്പോൾ ഒരു വിചാരം. ഈ നാവ് ഉള്ളടത്തോളം കാലം ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുക. വിശേഷം ഇപ്പോൾ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനോടുള്ള ഒരു സ്നേഹവും നന്ദിയും പറയാനാണ് ഞാൻ ഇത്രയും ശ്രമിച്ചത്. മനുഷ്യരെ ഇത്രയേറെ കൂട്ടിച്ചേർക്കാൻ നിങ്ങളൊരു വഴി കണ്ടെത്തിയില്ല. പ്രസംഗത്തിനല്ലാന്ന് നമുക്കറിയാം. ദഹനയുടെ പാട്ടും ഇങ്ങനെ നാടൻ ഗാനമേളയൊക്കെ കേൾക്കാനാണ്. അങ്ങനെയെങ്കിലും മനുഷ്യരെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ചങ്ങരംകുളം എന്ന വീർപ്പ് മുട്ടുന്ന നഗരത്തിനുള്ളിൽ ഇത്ര വിശാലമായ ഒരു സ്ഥലമുണ്ട് എന്ന് ഞാൻ അടുത്ത കാലത്താണ് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്റെ ധാരണ അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലമാണെന്നാണ്. പക്ഷെ ഇത്രയേറെ വിശാലതയിലേക്ക് ഏത് ഇടുക്കത്തെയും ജനങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ വിശാലതയിലേക്ക് തുറപ്പിക്കാൻ സാധിക്കും. സുരേന്ദ്രൻ മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുറച്ചെപ്പോഴും മനുഷ്യനെ വിശ്വസിക്കാൻ. കാരണം ജീവവംശത്തിന്റെ ഭാഗമായതുകൊണ്ട് മനുഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു കാലം വരും. ഇതൊക്കെ ഒരു സ്ഥലത്ത് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരിടത്ത് മുട്ടി തകരും. AI ബാക്കി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാലും AI ഹൃദയമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഹൃദയമില്ല എന്നുള്ളത് ഹൃദയമുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയല്ല. ആലങ്കോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരികളും സംയുക്തമായി സംഘടിപ്പിച്ച ചങ്ങനംകുളം ഫെസ്റ്റിൽ മതം, മനുഷ്യൻ, മാനവികത എന്ന വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഷെരീഫ് സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ P സുരേന്ദ്രൻ, എഴുത്തുകാരി സുരജ തുടങ്ങിയവർ സംസാരിച്ചു.